ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കുത്തിത്തിരിപ്പ്. എന്റെ മോക്കും പഞ്ചായത്ത് ജോലിയാണ്. അപ്പൊ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട എന്ന് പറഞ്ഞത്. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അക്ഷരം മിണ്ടരുതെന്ന്. ഞാൻ പറയുന്നവർക്ക് അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരി കൊടുക്കാം. ഇതൊന്നും എത്തിയില്ലല്ലോ. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കനത്ത മഴയിൽ തൃശൂരിൽ ആശ്രയമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ മാരാങ്കോട് താമസിക്കുന്ന കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക ഷെഡുകളിലെ തറയിൽ നിന്ന് ഉറവ ഒലിച്ചിറങ്ങിയതോടെ വീടിനുള്ളിൽ കഴിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. 10 ദിവസത്തിനകം പ്രശ്നപരിഹാരം ഒരുക്കുമെന്ന മന്ത്രി കെ തുളസിയുടെ ഉറപ്പും പാഴ്വാക്കായി. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അതിഥി തൊഴിലാളികളടക്കം ദുരിതത്തിലാണ്. 2 ദിവസമായി ഭക്ഷണമടക്കം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. 4 മണിക്ക് പറഞ്ഞു 4 മണിക്ക് തെരച്ചിൽ നടക്കുന്നു കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുന്നു പറഞ്ഞു കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടുന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ രക്ഷാദൌത്യം പ്രതിസന്ധിയിൽ. വള്ളം മറിഞ്ഞ് 14 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ തെരച്ചിൽ തുടങ്ങാനായിട്ടില്ല. നേവിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞത്ത് നിന്നുള്ള കപ്പലും എത്താൻ വൈകും. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 3 ദിവസമായി വെള്ളമില്ലെന്ന് പരാതി. വെള്ളമില്ലാത്തതിനാൽ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെന്നും രോഗികൾ പറയുന്നു. കുട്ടികളുടെ വാർഡിലും പ്രസവ വാർഡിലും കാഷ്വാലിറ്റിയിലും വെള്ളമില്ല. വെള്ളമില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നും പരാതി. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ദുരന്ത നിവാരണത്തിൽ സർക്കാർ ഏകോപനത്തിന്റെ വീഴ്ച വ്യക്തമാക്കി കണക്കുകളിലെ വൈരുദ്ധ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയും പുറത്തുവിട്ട കണക്കുകളിലാണ് വ്യത്യാസം. 8 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുമ്പോൾ റവന്യൂ മന്ത്രിയുടെ കണക്ക് പ്രകാരം മരണം 6ആണ്. 8 പേരെ കാണാതായതെന്ന് മുഖ്യമന്ത്രിയും 4 പേരെ കാണാതായെന്ന് റവന്യൂ മന്ത്രിയും ഒരേ സമയം പറയുന്നു. ദുരന്ത നിവാരണത്തിന് ഏകോപന ചുമതലയുള്ള റവന്യൂ വകുപ്പിന്റെ ഗുരുതര അശ്രദ്ധയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ മഴ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ വൻ പാളിച്ച എന്ന ആക്ഷേപം. സർക്കാർ മുന്നറിയിപ്പിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിലുമാണ് വൻ വൈരുദ്ധ്യം. മന്ത്രി PC വിശ്വനാഥിന്റെ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് IMD തള്ളി. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.